പഠിച്ചറിയല്ലേ മോനെ പഠിക്കണം മുതൽ. നമ്മളെ ക്ലാസ്സിലെല്ലാരും കേറിയോ? എല്ലാവരും കേറിയാ? നമ്മ എത്ര ആളുണ്ട്? 12 ആളല്ലേ ഉണ്ടാവാറ്? 14 ആളാ? ഹലോ, ഇനി ആരും കേറില്ലായിരിക്കും ചിലപ്പോ. ഇത്ര പേരൊക്കെ ഉണ്ടാവാറുള്ളൂ. അതെല്ലേ? വെയിറ്റ് ചെയ്യണോ? 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണോ?
വെയിറ്റ് ചെയ്യാല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാല്ലേ? ഞാൻ ആരെങ്കിലും വരാനുണ്ടെങ്കിലോ? നസീമൊന്നും കണ്ടില്ലല്ലോ. സീമ പറഞ്ഞായിരുന്നു അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ടാവുള്ളൂ, എവിടെയോ പരിപാടി ഉണ്ടെന്ന്. അതല്ലേ, ഇന്ന് ക്ലാസ് ഇല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് ഇല്ല. ജിഷ ടീച്ചർ കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് എടുക്കാനല്ല, ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചർ കയറും എന്ന് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരെങ്കിലും വേറെ കയറുന്നു പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? A4 ഷീറ്റ് ആണോ എല്ലാവരുടെ കയ്യിലുള്ളത്? കളർ A4 ഷീറ്റ് ആണോ ഉള്ളത്? കളർ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് പഠിക്കാനല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്കും മറ്റേ കളർ ഷീറ്റിൽ ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ഏത് കളറായാലും മതിയാ? ഏത് കളറായാലും മതി. പഴയ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. A4 ഷീറ്റ് കളറിൽ ഇല്ലെങ്കിലും പഴയ പേപ്പർ ആയാലും മതി. നമുക്ക് ഉണ്ടാക്കി പഠിക്കാനല്ലേ ഇപ്പൊ. ഞാനിപ്പോ ഒരു A4 ഷീറ്റ് സൈസിലുള്ള പേപ്പർ എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് സ്ക്വയർ കഷ്ണം പോലെ വെട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കാണുന്നില്ലേ, കേട്ടോ. നമ്മൾ ഓർഗാമിക് ക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോ എപ്പോഴും നമുക്ക് സ്ക്വയർ പേപ്പറിലുള്ള എന്താ വേണ്ട. അപ്പൊ ഇങ്ങനെ മടക്കാം. ഒരു മൂലയിലേക്ക് ഇങ്ങനെ മടക്കിയാൽ നമുക്ക് ഈ പീസ് കട്ട് ചെയ്ത് കളയാം. അപ്പൊ സ്ക്വയർ കഷ്ണം കിട്ടും. മനസ്സിലായ? ഞങ്ങൾ കാണുന്നുണ്ടാ? ഇപ്പൊ ഒരു A4 ഷീറ്റ് ആണെന്ന് വെച്ചാല് അതിന് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തു. അപ്പൊ ഇത് ഇതുപോലെ ഒരു പീസ് ഉണ്ടാവും. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ആരെങ്കിലും കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചോട്ടോ, വീഡിയോ ആക്കിയിട്ട്. അപ്പൊ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസാണ് കിട്ടുക. അപ്പൊ ഞാൻ കട്ട് ചെയ്തപ്പോ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ക്വയറിന്റെ പീസാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അരേഞ്ച് ചെയ്തത് കാണിച്ചത് എല്ലാരും കാണിച്ചെന്നോ? നമുക്ക് തെറ്റുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ തിരുത്തി പോവാലോ. സ്ക്വയർ പേപ്പർ കിട്ടി എല്ലാവർക്കും? ആരൊന്നും പറയണില്ലല്ലോ. 1 മിനിറ്റ്. ഒരു A4 ഷീറ്റ് നമ്മള് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാവരും കട്ട് ചെയ്തോ. നമ്മൾ ഒരുമിച്ച് പോവാന്ന് വെച്ചിട്ടാ ഞാൻ വെയിറ്റ്. ഇങ്ങനെയാണോ? ഇങ്ങനെ സ്ക്വയർ ആണോ? ഇപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെ മടക്കിയപ്പോ ഇവിടെ ഒരു ഇത്രയും പീസ് നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണോ? അങ്ങനത്തെ തന്നെ. ഓക്കെ. അത് ദീപ്തി കാണിച്ചു ശരിയാ. ഞാൻ വേറൊരു പേപ്പർ ഇട്ട് ഒരു A4 ഷീറ്റ് എടുത്തു. ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു മൂലയിൽ നിന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കിട്ടണം. കാണാ? അപ്പൊ ഇതിങ്ങനെ ഒരു പീസ് ഇവിടെ ഉണ്ടാവും. ഈ പീസാണ് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞത്. അപ്പൊ സ്ക്വയർ പേപ്പർ കിട്ടും നമുക്ക്. അങ്ങനെ സ്ക്വയർ പേപ്പർ കിട്ടിയതാണ് ഇത്. ഓക്കെ.
ഓക്കെ, എല്ലാവർക്കും എന്തായി അറിയാം. ആ, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇത് ചെയ്യാം. കിട്ടി എല്ലാവർക്കും സ്ക്വയറായി കട്ട് ചെയ്തിട്ട്? റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു വരവ് വന്നിട്ടുണ്ടല്ലേ, നമ്മൊന്ന് മടക്കി ഫോൾഡ് ചെയ്തപ്പോ ഒരു ലൈൻ പോലെ വന്നിട്ടില്ലേ? ആ ലൈൻ്റെ അവിടെ പിടിച്ചിട്ട് ഈ ലൈൻ്റെ അവിടെ പിടിക്കട്ടോ. ഈ ലൈൻ്റെ അവിടെ പിടിക്കുമ്പോ ഈ രണ്ട് അറ്റമുണ്ടല്ലോ, ഈ രണ്ട് അറ്റം ഉള്ളിലോട്ട് മടക്കാം. ഇതിങ്ങനെ കിട്ടി. ഇതിങ്ങനെ മടക്കി വയ്ക്കേ. കിട്ടിയാ? ഓക്കെ, കളർ കൊണ്ട് കാണിക്കുമ്പോ വേഗം അറിയുന്നുണ്ടല്ലേ. ഞാൻ എൻ്റെ നോട്ടീസുകൾ കുറെ ഉണ്ട്, അപ്പൊ അതെടുത്ത് ചെയ്തതാ. ഓക്കെ, അപ്പൊ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ല എല്ലാവർക്കും? അത് നമ്മള് സ്ക്വയർ ആയിട്ടുള്ള പേപ്പർ എടുത്തു, അതിന്റെ ഈ രണ്ട് സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തു. അതിനെ വീണ്ടും സെന്റർ ഫോൾഡ് ചെയ്യാം. സെന്റർ ഫോൾഡ് ചെയ്യാം. ഓക്കെ, അതൊന്ന് പിടിച്ച് കാണിച്ചോട്ടെ. മോനിഷ ഒന്ന് കാണിച്ചത് എല്ലാവർക്കും കിട്ടിയിരുന്നു അന്ന് സെന്റർ ഫോൾഡ് ചെയ്യുമ്പോ. അതെ, ഓക്കെ. ഇങ്ങനെ പിടിക്കുമ്പോ ഈ ഏറ്റവും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം മുകളിലോട്ട് ട്ടാ. ടോപ്പിലേക്ക് ഫോൾഡ് ചെയ്യാം. നമ്മിപ്പോ ഇങ്ങനെ സെന്ററിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മുകളിലോട്ട് ഫോൾഡ് ചെയ്യാം. ഓക്കെ, അത്രയും വേണ്ട, ജസ്റ്റ് അത്രയും വേണ്ട, കുറച്ച് ഫോൾഡ് ചെയ്താൽ മതി. അത്ര അല്ലാണ്ട് അങ്ങോട്ട് അധികം വേണ്ട. കുറച്ചും കൂടെ ഇറക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് വീണ്ടും പുറത്തേക്ക് ഫോൾഡ് ചെയ്യാം. ഒരെണ്ണം ട്ടാ. ഇതേപോലെ ചെറുത് കണ്ടാ കാണുന്നില്ലേ? അതന്നെ. ഓക്കെ, ഒന്നും കൂടി ഒന്ന് കാണിക്കോ? പേപ്പർ എടുത്തു, A4 ഷീറ്റ് സൈസിലാക്കി. അതെല്ലാവർക്കും കിട്ടിയില്ലേ? A4 ഷീറ്റ് സൈസില് മടക്ക് കഴിഞ്ഞിട്ട് കാണിച്ചാ മതി. അങ്ങനെ ഈ രണ്ട് സൈഡും ഫോൾഡ് ചെയ്തു, ഈ രണ്ട് സൈഡ് ഫോൾഡ് ചെയ്തു. എന്നിട്ട് നമുക്കപ്പൊ ഇങ്ങനെ മുകളിൽ ഒരു ചതുരം പോലുള്ള ഒരു ഇതല്ല കിട്ടിയത്, അടിയിൽ ഇതേപോലെ ഇങ്ങനെ എല്ലാവർക്കും കിട്ടിയില്ലേ? അതിനെ അടിയിൽ നിന്ന് കുറച്ച് ഫോൾഡ് ചെയ്യാം. രണ്ടെന്ന് വെച്ചാല് ഇങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്തു. അതിന്റെ മുകളിലെത്തത് വീണ്ടും അടിയിൽക്ക്
ഫോൾഡ് ചെയ്താ. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്യാം മുകളിൽ കേട്ടാ. അതന്നെ. ഓക്കെ. മോണിഷയുടെ കളർ നല്ല കളറായിരുന്നു, നല്ല അട്രാക്റ്റീവ് കളറായിരുന്നു, പെട്ടെന്ന് അറിയാണ്ട്. ഈ അടിയിലും ഇതേപോലെ ഒരു പേപ്പർ ആയിരുന്നല്ലേ, അത് ഈ പുറത്തേക്കും ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ഏതെങ്കിലും ഷേപ്പ് കിട്ടിയാ? നിങ്ങൾ കിട്ടില്ലേ? ഏതെങ്കിലും ഷേപ്പ് തോന്നുന്നുണ്ട? എന്നിട്ട് ഇവിടെ രണ്ട് ഐസ് വരയ്ക്കുക. ഞാൻ കളറിൽ ചെയ്തത് കാണിക്കാം. ഓ ലാസ്റ്റ് പറഞ്ഞത് അടിയിലേക്ക് മടക്കാനാണോ? ഒരെണ്ണം നമ്മ മേലക്ക് ഇങ്ങനെ മടക്കിയിട്ടില്ലേ, അത് മറ്റേത് ഇത് ഇങ്ങനെ മടക്കാം. ഓക്കെ ഓക്കെ. ഞാൻ കളറിൽ ചെയ്ത് ഞാൻ ഒരു ഇതുമ്മൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്, കാരണം എനിക്ക് അതെടുക്കാം. വിരിച്ചിട്ട് ഇത് ഒട്ടിച്ചിരിക്കുകയാണ് ഞാൻ ക്ലാസ്സിൽ വർക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട്. എന്നിട്ട് അതിനെ ഇതേപോലെയാണ് നമുക്ക് കിട്ടാം. അതെന്നെ. എന്നിട്ട് അതിന് കണ്ണും ഒക്കെ ഒന്ന് വരച്ചൊക്കെ പിഗിനെ കിട്ടും നമുക്ക്. അതിന്റെ തുമ്പൊന്ന് കാണിക്കോ? തുമ്പല്ലേ ഞാൻ വിരിച്ചിട്ട് കളറിലാകുമ്പോ നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ അറിയും. ഷമീറ ടീച്ചർ എങ്ങനെയാണോ? ഈ അടിഭാഗം ഒന്ന് ശരിയാവാനുള്ള മോളെ. നമുക്ക് അടിയിൽ ഇത് ഇങ്ങനെ കിട്ടിയില്ലേ, അത് ഇങ്ങനെ ഒന്ന് കാണിച്ചാ മതി. അല്ലേ, ഞാൻ ഇത് കൂടെ ഒട്ടിക്കും. വേറെ ഇപ്പൊ നമുക്ക് അടിയിൽ ഇത് ഇങ്ങനെ കിട്ടി. അങ്ങനെ കിട്ടിയതിനെ നമ്മൾ മേലേക്ക് ഒന്നും കൂടി മടക്കി പൊക്കി കാണിക്കൂ, കാണാൻ വയ്യ. ഇപ്പോഴോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇത് ഇങ്ങനെ മടക്കിയതിന് ഇവിടെ ഒരു മടക്കും കൂടിയും കൊടുത്തു. അടിയില് ഇങ്ങനെ മടക്കിയില്ലേ, ഇതിപ്പോ ഇങ്ങനല്ലേ, അതിന് ഞാൻ ഇവിടെ ഒരു മടക്ക് മേലെ കൊടുത്തു. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരെണ്ണം ഫോൾഡ് ചെയ്യണുള്ളൂ അല്ലേ? ഒരെണ്ണം ഫോൾഡ് ചെയ്യുന്നുള്ളൂ, മുകളിലത്തെ മാത്രം ഫോൾഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇത് ഇങ്ങനെ അല്ലേ? അപ്പൊ ആ ഫോൾഡ് ചെയ്തതിന്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്കച്ച് കൊണ്ടൊന്ന് വരച്ചു നോക്കൂ. അടിയിലും വരയ്ക്കതേ. ഇപ്പൊ കാണുന്നുണ്ടാ? ഇവിടെ രണ്ടൈസ് വരച്ച് അതന്നെ. ഇപ്പൊ ശരിയായി. ഓക്കെ. ഞാൻ ഏതോ ഉണ്ടാക്കിയത് ഞാൻ ഒട്ടിച്ചു പോയി. ഇതിപ്പോ ഇങ്ങനെയാണ് കിട്ടിയത്. ഇപ്പൊ ശരിയായില്ലേ? ആർക്കെങ്കിലും ഇനി കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടിയും പറഞ്ഞുതരാം. ഇതിൽ വരച്ചോക്കട്ടെ. നമ്മൾ A4 ഷീറ്റ് എടുത്തു, കട്ട് ചെയ്തു. അതിനുശേഷം ഈ രണ്ട് സൈഡിലേക്കും ഫോൾഡ് ചെയ്തു, സെന്റർ ഫോൾഡ് ചെയ്തു. അതിനുശേഷം ഈ രണ്ട് സൈഡ് ഫോൾഡ് ചെയ്തു, മുകളിൽ രണ്ട് സൈഡ് ഫോൾഡ് ചെയ്തു. അടിയിലുള്ളതില് ഒരെണ്ണം മുകളിലോട്ട് ഫോൾഡ് ചെയ്തു, ഒരെണ്ണം അടിയിലോട്ട് ഫോൾഡ് ചെയ്തു. കണ്ടാ? കാണില്ലേ? കാണുന്നുണ്ട്. ഞാൻ ആർക്കാ അറിയാത്തത്? മനസ്സിലാവാത്തത് ആർക്കെങ്കിലും ഉണ്ടോ? ഏറ്റവും ലാസ്റ്റ് ഫോൾഡ് ചെയ്തില്ലേ, അതൊന്നും കൂടെ കാണിക്കൂ. ലാസ്റ്റ് ഇങ്ങനെ ഒരു പീസ് കിട്ടിയില്ലേ നമുക്ക്? ഇങ്ങനെയല്ലേ പീസ്? ഇവിടെ കിട്ടിയില്ലേ മുകളില് ഇയറിന്റെ അവിടുത്തെ? അത് ചെറിയൊരു ഇങ്ങനെ ഒന്ന് മടക്കിയാ മതി. ഒരെണ്ണം മടക്കിയാ മതി, രണ്ടും വേണ്ട. ഒരെണ്ണം മടക്കിയാ മതി. ഓക്കെ ഇല്ലേ? ഞാൻ സ്കച്ച് കൊണ്ട് ഡോട്ട് ഇട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കണ്ടാ? ഇപ്പൊ ഓക്കെ ആയില്ലേ എല്ലാവർക്കും? ഇതിപ്പോ എല്ലാരും ചെയ്തില്ലേ?
എല്ലാരും ഓക്കെ പറയണം കേട്ടാ. എന്നിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം. ഇത് ഈസി അല്ലേ എല്ലാവർക്കും? ഇനി വേണമെങ്കിൽ ഞാൻ അയച്ച് കാണിച്ചു തരാം. ഒരു A4 ഷീറ്റ് ഇട്ട് നമ്മള് സ്ക്വയർ ആയിട്ടാണ് വേണ്ടത്. നമുക്ക് ഓർഗാനിക് ക്രാഫ്റ്റ് മിക്കതും സ്ക്വയർ പേപ്പറിലാണ് ചെയ്യാൻ പറ്റുക. അതിനെ സെന്ററില് 2 സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്തു, സെന്റർ ഫോൾഡ് ചെയ്തു. അപ്പൊ നമുക്കിത് ഇങ്ങനെ കിട്ടി. അങ്ങനെ ഫ്രണ്ടില് ഇതേപോലെ ഫോൾഡ് ചെയ്തു, സെന്ററിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തു, ഐസ് വരച്ചു. അടിയിൽ ഒന്ന് മാത്രമേ നമുക്ക് മുകളിലോട്ട് ഫോൾഡ് ചെയ്യണ്ടു. പിടികിട്ടിയാ? ആരൊന്നും പറയുന്നില്ല. 2-3 ആള് കാണിച്ചു. കിട്ടാത്തവരുണ്ടായി. മക്കളുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വിട്ടു. നമ്മളെക്കാളും പെട്ടെന്ന് മക്കളെരിയത്ത് പിടിച്ചിട്ടു ഉള്ളവര്. മക്കൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ചെയ്താ? ഓക്കെ, അത് ഫോക്സ് ആയല്ലോ. ഫോക്സ് അല്ല, ഡൈപ്പിക് ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ, ഇതൊന്നും പാടുള്ള ഇല്ല. നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് പിടുത്തം കിട്ടാത്തത്. ഞാനിപ്പോ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കാണിക്കുന്നത് കൊണ്ട് നിങ്ങക്ക് പിടുത്തം കിട്ടുന്നുണ്ടോന്ന് എനിക്ക് തന്നെ അറിയണില്ല. ഓക്കെ ആയിട്ട് അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി കിട്ടാത്തവരുണ്ടാ? അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടിയും ഒരു പേപ്പറും കൂടിയും ഫോൾഡ്. അതന്നെ, ഓക്കെ ഓക്കെ. ഒരു പേപ്പറും കൂടി നമുക്ക് സ്ക്വയറിൽ എടുക്കാം. ഞാൻ ആർക്കെങ്കിലും ഇതൊക്കെ അറിയാത്തത് ആയിട്ടുണ്ടാ? ഒരെണ്ണം ഓക്കെ ആയില്ലേ? നിങ്ങൾ പിന്നീട് കളർ പേപ്പറിൽ ചെയ്താൽ മതി. ഇപ്പൊ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോ. കളറിലാകുമ്പോ പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാനിതിപ്പോ വൈറ്റ്നർ കൊണ്ടാണ് കേട്ടോ, വൈറ്റ് കളർ ഉണ്ടാക്കിയ വൈറ്റ്നർ കൊണ്ടാണ് ഇത് ചെയ്തത്. വൈറ്റ്നർ ഉണ്ടായിരുന്നപ്പോ അതുകൊണ്ട് ഇട്ടപ്പോ ഐസ് നല്ല ഇതിൽ വന്നു. അത് കഴിഞ്ഞാല് നമുക്ക് ഒരു A4 ഷീറ്റും കൂടി എടുക്കാം. ഞാർക്കെങ്കിലും അത് അറിയാത്തതുണ്ടാ? ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം. സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തില്ലേ നമ്മള്? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ടാവും അല്ലെ? നമുക്ക് ആ ലൈനിന്റെ അവിടെ തന്നെ പിടിക്കാം. ആ ലൈൻമ വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം. ആ ലൈൻമ വെച്ചിട്ട് ഫോൾഡ് ചെയ്തു. എന്താ A4 ഷീറ്റ് പോലെ A4 ഷീറ്റിനെ നമ്മള് സ്ക്വയർ ആയി കട്ട് ചെയ്തു. സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാൻ. അപ്പൊ അവിടെ ഒരു വര പോലെ വന്നിട്ടുണ്ടാവും. അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്തില്ലേ? അതിനെ ഇങ്ങനെ പിടിച്ചേ. ഓക്കെ ഓക്കെ, അതിനിങ്ങനെ പിടി. എന്നിട്ട് അതിന്റെ ഇങ്ങനെ പിടിക്കുമ്പോ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡും ഇവിടേക്ക് ഫോൾഡ് ചെയ്യാം, മുകളിലോട്ട് ഇട്ടാ. അതന്നെ മൂണിഷ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഇതേപോലെ വരും. അപ്പൊ നമുക്ക് കണ്ണും മൂക്കൊക്കെ വരയ്ക്കാം, ബോക്സ് ആക്കി എടുക്കാം. കാണിക്കാം. A4 ഷീറ്റിനെ നമ്മള്
കട്ട് ചെയ്തിട്ട് സ്ക്വയർ പേപ്പർ ആക്കി. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മടക്കിയപ്പോ അവിടെ ഒരു അടയാളം ഉണ്ടാകും. അതനുസരിച്ചിട്ട് നമ്മൾ അവിടെ ഫോൾഡ് ചെയ്തു. ഇപ്പൊ ഇതുപോലത്തെ ഒരു പേപ്പർ കിട്ടിയില്ലേ, ഒരു കഷ്ണം പോലെയല്ലേ വന്നത്? അതെ, ഓക്കെ. അത് തിരിച്ചു പിടിച്ചിട്ടാണ് വരക്കേണ്ടത്. ഇതേ ഇവിടെ വരച്ചോ. ഈ രണ്ട് സൈഡ് ഇട്ടാ ഇത് ഇവിടെ ഇതിങ്ങനെയാണ് ഫോൾഡ് ചെയ്തത് കേട്ടാ. മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക. ഇത് ഫോൾഡ് ചെയ്ത് മനസ്സിലായില്ലേ? സ്ക്വയർ പേപ്പറിനെ നടു ഫോൾഡ് ചെയ്തു. നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. ഓക്കെ മോണിഷ, ഓക്കെ. രണ്ട് ഇവിടെയാണ് കമ്മി. ഇങ്ങനെ പേപ്പറിനെ ഇവിടേക്കും ഫോൾഡ് ചെയ്തു. ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ എഴുതി. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ഇപ്പൊ രണ്ടെണ്ണായില്ലേ? അത് ഞാൻ പറഞ്ഞു. എല്ലാരും ചെയ്താ? ഞാൻ അടുത്തത് എടുക്കാം. ഓക്കെ. ഓക്കെ, ഇനിയിപ്പൊ കഴിഞ്ഞവര് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തോ കേട്ടോ. രണ്ടെണ്ണം ഇപ്പൊ ഓക്കെ ആയില്ല എല്ലാവർക്കും? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയും കാണിച്ചു തരാം കേട്ടോ. അടുത്തത് എടുക്കട്ടെ? അടുത്തത് കാണിക്കട്ടെ? ഓക്കെ. എല്ലാവർക്കും കിട്ടിയില്ല പറഞ്ഞോളൂട്ടാ. ഇനിയും കാണിച്ചുതരാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണിച്ചുതരാട്ടാ. വർക്കിനെ പോയാൽ മതി നമുക്ക്. ഇനിയും നമ്മള് അടുത്തൊരു A4 ഷീറ്റ് എടുത്തു. നേരത്തെ മടക്കിയ പോലെ തന്നെ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാം.
ഫോൾഡ് ചെയ്തില്ലേ? എന്നിട്ട് ഈ അറ്റം ഇതേപോലെ ഇട്ടാ നേരത്തെ നമ്മ ഫോൾഡ് ചെയ്ത പോലെ തന്നെയാണ് ഫോൾഡ് ചെയ്തത്. ഒന്നുകൂടെ പറയോ? A4 ഷീറ്റിനെ കട്ട് ചെയ്തിട്ട് സ്ക്വയർ പേപ്പർ എടുത്തു. കട്ട് ചെയ്യാൻ എടുക്കുമ്പോ നമുക്കൊരു ലൈൻ കിട്ടും. ആ ലൈനിൽ വെച്ചിട്ട് തന്നെ നമ്മള് ഫോൾഡ് ചെയ്തു. നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് അതിന് ഞാൻ ഇങ്ങനെ പിടിച്ചേക്കണം. നടു സെന്റർ മുകളിലോട്ടാക്കിയിട്ട് അപ്പൊ 2 പേപ്പർ കണ്ട 2 തല. ഇനി ഇതിനെ ഇതുപോലെ മടക്കി അടിയിൽ നിന്ന് മുകളിലോട്ട് ഫോൾഡ് ചെയ്തു കുറച്ചിട്ടാ. ഓക്കെ, ഇത് കിട്ടിയാ? ഓക്കെ. ഇനി ആ സൈഡിലേക്ക് തന്നെ ഇതേപോലെ മടക്കിട്ടാ ആ സൈഡില് തന്നെ അവിടേക്കാണ് മടക്ക് വരുന്നത്. ആ സൈഡിലേക്ക് തന്നെയാണ് മടക്ക് വരുന്നത്. ഇങ്ങനെ മുകളിലോട്ട് ഫോൾഡ് ചെയ്തു. മുകളിലത്തെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ 2 കോർണറും 2 സൈഡിലോട്ട് ഫോൾഡ് ചെയ്തു. ഓക്കെ, അതിനെ തിരിച്ചു പിടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും ഇല്ലേ? ശരി തന്നെ. ഓക്കെ, ഇനി അതിന് പൂച്ചയുടെ മീശ വരച്ചതാണ് കേട്ടാ, തെറ്റിപ്പോയിന്നുള്ളൂ. ഞാൻ മറ്റേത് കാണിച്ചു. അയച്ചു കാണിച്ചിട്ട് ഞാൻ A4 ഷീറ്റിനെ നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അതിന്റെ സെന്റർ ഫോൾഡ് ചെയ്തു. അതിന് ശേഷം 2 സൈഡില് ഇതേപോലെ 2 സൈഡ് ആദ്യം ഇവിടെ ഫോൾഡ് ചെയ്തതിന് ശേഷം 2 സൈഡിൽ ഫോൾഡ് ചെയ്തു. ഇങ്ങനെ കിട്ടി. അതിനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ കിട്ടി. ആർക്കെല്ലാം ആ കയറ്റും ഈ കയറ്റും ഒരേപോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒക്കെ പിടി കിട്ടിയില്ലേ?
ഇനി നമുക്ക് ഡോഗിനെ ചെയ്യാല്ലേ. എല്ലാവർക്കും കിട്ടിയത് കേട്ട്? ഓക്കെ. ഇനി അടുത്ത ചെയ്യട്ടെ? യെസ് ഓക്കെ റെഡി. റെഡിയായോ? 3 എല്ലാവർക്കും കിട്ടിയില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഇനിയും കാണിച്ചു തരാട്ടാ ഞാന്. പിടി കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും കാണിച്ചു തരാം. ഇനി ആദ്യത്തെ പോലെ തന്നെ നമുക്ക് A4 ഷീറ്റ് എടുക്കുക, കട്ട് ചെയ്യാം. നമ്മ മടക്കിയപ്പോ ഫോൾഡ് ചെയ്തപ്പോ ഒരു അടയാളം വന്നിരുന്നല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്തു, അത് ഫോൾഡ് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടാ ഫോൾഡ് ചെയ്യുന്നതൊക്കെ. സ്ക്വയർ പേപ്പർ എടുത്തു, സെന്റർ ഫോൾഡ് ചെയ്തു, ചെയ്താ ഓക്കെ. ഇനി നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ 2 സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാം. ഞാൻ ഫോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ടാ. നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ കേട്ടോ. എന്നിട്ട് ഇവിടെയാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഡോഗ് ശരി.
നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തത്. A4 ഷീറ്റ് എടുത്തു, കട്ട് ചെയ്തു, സ്ക്വയർ പേപ്പർ ആക്കി, സെന്റർ ഫോൾഡ് ചെയ്തു. അതിന് ശേഷം 2 സൈഡ് ഫോൾഡ് ചെയ്തു, ഇവിടെ ഫോൾഡ് ചെയ്തു, മൗത്ത് ഓക്കെയാ. അതന്നെ അടിപൊളി ഡോഗായി. കണ്ടിത്തിരി താഴ്ത്തി വരച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിണ്ടാവും കേട്ടാ. ഇത് നമ്മ വെറുതെ റഫായിട്ട് ചെയ്യുന്നതല്ലേ. ഓക്കെ. എല്ലാവർക്കും കിട്ടിയാ? ഓക്കെ. ചെവില്ലേ? ഓക്കെ ഓക്കെ. നമ്മളെ വയറ്റുമ്പലായാലും നമ്മളെ കാണുന്നില്ല, കളറാകുമ്പോ പെട്ടെന്ന് കാണുന്നുണ്ട്. അടുത്ത ചെയ്യാം, ഒരെണ്ണം കൂടെയും ചെയ്യാം അല്ലേ? ഇതെല്ലാം ചെയ്ത് വരുമ്പോ ഇനി ഗ്ലാസ് പെയിന്റ് ചെയ്യാൻ നേരണ്ട. അടുത്ത പേപ്പർ എടുത്തിട്ട് സ്ക്വയറിൽ കട്ട് ചെയ്തോട്ടോ. ഞാൻ എന്റെ മറ്റേ കളറിലുള്ള ഡോഗിനെ കാണിച്ചു. അതൊക്കെ ഞാനേ ക്ലാസ്സിൽ വേണ്ടിട്ട് ഒട്ടിച്ച് വെച്ചിരുന്നു. അപ്പൊ അത് പറിച്ചെടുത്തതാ കാർഡ്ബോർഡ് വന്ന്. അടുത്ത പേപ്പർ എടുത്തു, നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തു. അതിന്റെ അവിടെ തന്നെ ചെറുതായിട്ട് ഇത് ഇവിടെ ചെറുതായിട്ടൊരു പ്രാവശ്യം കൂടി ഫോൾഡ് ചെയ്യാം. നമുക്ക് റാബിറ്റിന് ഉണ്ടാക്കാം ഇതേപോലെ. മനസ്സിലായില്ലേ ഫോൾഡ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. ടീച്ചർ എത്രയും വീതി മതിയാ മടക്കണത്? ചെറിയ വീതി മതി. നമുക്ക് റാബിറ്റിന്റെ ചെവിട ശരിക്കും വരാൻ വേണ്ടിട്ട് എത്രയും വീതിയിൽ മതി. 1 ഇഞ്ചൊന്നും വേണ്ട? 1 ഇഞ്ച് വേണമെന്നില്ല, 1/2 ഇഞ്ച്. ഞാൻ വളരെ ചെറുതായിട്ടാണ് മടക്കിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അത് കുഴപ്പമില്ല, ജസ്റ്റിനത് കുഴപ്പമില്ല. എന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യും. ഓപ്പോസിറ്റ് ആയിട്ട്
അതിക്ക് മുന്നേ നമ്മളിപ്പോ ഇങ്ങനെ ഇവിടെ ഫോൾഡ് ചെയ്തല്ല, ചെറിയ ഇതില് ഫോൾഡ് ചെയ്തല്ല, ഇതേപോലെ തന്നെ അവിടത്തെ കിട്ടിയിട്ട് ഓപ്പോസിറ്റ് ഫോൾഡ് ചെയ്തില്ലേ എല്ലാരും? അതിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴേ ആ ചെറുതായി ഫോൾഡ് ചെയ്തതിന്റെ അവിടെ തന്നെ കേട്ടോ ഓപ്പോസിറ്റ് ചെയ്യേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നമുക്ക് ഇതിങ്ങനെ കിട്ടും. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ ടോപ്പില് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോ അവിടെ ടോപ്പിൽ ഇതേപോലെ ഒരു കഷ്ണം, അവിടെ തന്നെ ആ കഷ്ണത്തിന് ഉള്ളിലിട്ട് ഫോൾഡ് ചെയ്യും. ഓക്കെ. ഓക്കെ. അതേപോലെ നമുക്കപ്പോ ഇവിടെ ഇത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അതിനെ വീണ്ടും ഉള്ളിലോട്ട് കുറച്ച് ഫോൾഡ് ചെയ്യും. ഞാൻ ഫോൾഡ് ചെയ്ത് ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കിട്ടിയാ ഫോൾഡ് ചെയ്യാൻ കിട്ടിയാ? ഓക്കെ. ഈ അടിയിലത്തത് ഉള്ളിൽ ഒത്തിരി കയറ്റിയിട്ട് ഫോൾഡ് ചെയ്യൂ കേട്ടാ. അടിയിലത്തത് മേലോട്ട് മേലോട്ട്. ഓക്കെ ഓക്കെ. ഇനി അടിഭാഗം ഉണ്ടല്ലോ, അതെ, ഈ രണ്ട് കോലുണ്ടല്ലോ ഇവിടെ അടുത്തേക്ക് വേണ്ടി വരണം കേട്ടോ, അടുപ്പിച്ച് ഇരിക്കണം ഫോൾഡ് ചെയ്യുമ്പോഴേ. അതൊന്ന് അടുപ്പിച്ച് അവിടെ ഒന്ന് ശരിയാക്കിയാൽ മതി. നമ്മളെ കയ്യിൽ വെച്ച് ചെയ്യുമ്പോ ക്ലിയർ ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ്. സാവധാനം ചെയ്യുമ്പോ ശരിയാവും അത്. ഇങ്ങനെ കിട്ടും നമുക്ക്, റാബിറ്റ് ആയിട്ട് കിട്ടും.
കിട്ടിയാ? റാബിറ്റ് ആയിട്ടാ? ബോക്സിനെ നമ്മ ഉണ്ടാക്കിയില്ലേ? ബോക്സിനെ ഉണ്ടാക്കിയില്ലേ? റാബിറ്റ് എല്ലാവർക്കും കിട്ടിയാ? ഇത് ഈ രണ്ട് അവിടെ മടക്കിയതേ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടാ. ഇത് രണ്ടും അടുത്ത് വരണം. അത് ചെറിയ പേപ്പറിൽ ചെയ്തിട്ടായതാണ്. അത് പിന്നെ നമുക്ക് കൈ പിടിച്ച് ഫോൾഡ് ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റ് കിട്ടില്ല. ഞാനും കൈ പിടിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. നമ്മൾ സാവധാനം ഇരുന്നിട്ട് ചെയ്യുമ്പോ അത് ഓക്കെ ആയിക്കോളൂ. കളർ പേപ്പറിൽ വൃത്തിയായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരെണ്ണം കൂടെ എന്ത് ചെയ്യാ, ഒരു A4 ഷീറ്റ് എടുക്ക, കട്ട് ചെയ്യാ, സ്ക്വയർ പേപ്പർ ആക്ക. ഞാൻ കളർ പേപ്പർ ഉണ്ടോ നോക്കട്ടെ. എവിടെ നിന്ന് കാണില്ല. കട്ട് ചെയ്ത് വെച്ചെല്ലാരും അത് കട്ട് ചെയ്തോ. ഒരെണ്ണം കൂടെ ഈസി ആയിട്ട് ഉണ്ടാക്കാം.
കളർ A4 ഷീറ്റ് എടുത്ത് ലൈൻ കിട്ടിയതിന്റെ അവിടേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ സൈഡ് ഫോൾഡ് ചെയ്തു, ഈ സൈഡ് ഫോൾഡ് ചെയ്തു, ടോപ്പിൽ ഫോൾഡ് ചെയ്തു. വളരെ ഈസിയാണ്. ഇവിടെ ഒക്കെ വേണമെങ്കിൽ ഡോട്ട്സ് ഇടാം. ഇവിടെ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട്സ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ A4 ഷീറ്റ് എടുത്തു, കട്ട് ചെയ്തു, സ്ക്വയർ പേപ്പർ ആക്കി രണ്ട് സൈഡിലും ഫോൾഡ് ചെയ്തു, ഇതിലേക്ക് ഫോൾഡ് ചെയ്തു. ഓക്കെ ആയാ? ഇതെന്താണ് ടീച്ചറെ, വവ്വാല? വവ്വാലല്ല, ഓൾ മൂങ്ങ. മൂങ്ങ. ആ, ഷേപ്പ് കിട്ടിയില്ലേ? ഷേപ്പ് മതിയില്ലേ? ഇതിവിടെ പേസ്റ്റ് ചെയ്താല് അത് നിന്നോളൂ. ഞാൻ ഇങ്ങനെ പിടിക്കുന്നോണ്ട് തോന്നതാ. ഓക്കെ, അവിടെ കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഓക്കെ, ഏകദേശം പിടി കിട്ടിയില്ല അതും. ഓക്കെ, ഇനി ഗ്ലാസ് പെയിന്റിങ് ചെയ്യാൻ ടൈമില്ല അല്ലേ? ഒരു ദിവസം കൂടി ടീച്ചറിന്റെ ക്ലാസ് വെച്ചാൽ മതി. ആ, ഇപ്പൊ ചെയ്തതൊക്കെ ഇപ്പൊ എത്ര ഉണ്ടാക്കിയമ്മ? 6 ഉണ്ടാക്കി. 6 ഉണ്ടാക്കിയില്ലേ? അപ്പൊ എല്ലാവർക്കും ഐഡിയ കിട്ടിയാ ഉണ്ടാക്കണ്ടേ? ആ, കിട്ടി. ഫിഷ് അറിയോ ടീച്ചർക്ക്? ഓ, ഫിഷ് എനിക്ക് അത് മടക്കില് ഞാൻ എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല, എന്നാലും ഞാനത് ഉണ്ടാക്കിയ മടക്കില് ഇപ്പൊ ഞാനൊരു ബേഡിനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ മടക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടിയിട്ടുള്ളൂ, കുറച്ച് നേരം വേണം കേട്ടാ. എനിക്ക് വെറുതെ ഉണ്ടാക്കിയതാ. പക്ഷെ ഇതിന് ചെറിയ ചെറിയ ഫോൾഡിങ് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ നേരിട്ട് കാണിക്കണ പോലെ ആവില്ല, കുറച്ചധികം ടൈം എടുക്കേണ്ടി വരും. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇരുന്നപ്പോ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ വെറുതെ പേപ്പറിൽ ഉണ്ടാക്കി വെക്കിയതാ. അതിന് കുറച്ചധികം ഫോൾഡ് ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് ആ ഫോൾഡ് അതേപോലെ A4 ഷീറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പെട്ടെന്ന് കഴിഞ്ഞു. അപ്പൊ അതില് കുറച്ചധികം ഫോൾഡിങ് വരുന്നുണ്ട്.
നമുക്ക് ഇനി വേറൊരു ദിവസം ഞാൻ ഗ്ലാസ് പെയിന്റിങ് കാണിച്ചു തരാം. ഞങ്ങൾ അതിന്റെ പ്രിന്റ് ഒക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കിയപ്പോ നല്ല ഭംഗി. എല്ലാം ഇങ്ങനെ ഹലോ, എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോഴേ നല്ല രസം കാണാം. ഒരു ഭംഗിയില്ല ഫോട്ടോ എടുത്തിട്ട് അടിച്ചാൽ മതിയല്ല, ഗ്രൂപ്പിലിട്ടാൽ മതിയല്ലോ, നമുക്ക് എല്ലാവർക്കും കാണാലോ. വേറെ കളേഴ്സ് കൊണ്ട് ഉണ്ടാക്കുമ്പോ നല്ല ഭംഗി ഉണ്ടാവും, കളർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുമ്പോ. പിന്നെ നമ്മൾ പെട്ടെന്ന് കളർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുമ്പോഴേ ശരിയല്ല, നമുക്ക് തന്നെ ഒരു വിഷമം. അയ്യോ ഇത് കേടാവുമ്പോഴേ. ശരിയാ. അതുപോലെ നമ്മള് ഐസ് ഒക്കെ വരുമ്പോ ഒരു വൈറ്റ്നർ കൊണ്ട് ഒരു ഷെയ്ഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് നല്ല ഭംഗി ഉണ്ടാവും. എന്റെ മോൻ വന്ന് ചോദിക്കുക, അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ ഇതൊക്കെയെന്ന്. അവന് അത്ഭുതം പോലെ. ഈ ഫോൾഡ് ചെയ്ത ഭാഗങ്ങളെ നമ്മള് പശ ചൊട്ടിക്കണം. ഇല്ല, പശ വെച്ചൊട്ടിച്ച് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. അപ്പൊ പശ മതി. വെച്ചൊട്ടിച്ചാൽ നമുക്ക് ഇനി ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോ നമ്മ ഉണ്ടാക്കുന്ന രീതി മറന്നു പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് മറക്കും നമ്മള്. അപ്പൊ നമുക്ക് നിർത്തിയിട്ട് ആ ടൈപ്പിൽ തന്നെ കിട്ടാവും. പശ ഒട്ടിച്ചാൽ പിന്നെ ഇതാക്കാൻ മതി. ഞാൻ ഇപ്പൊ പശ ഒട്ടിച്ച് വെച്ചത് ആകെ കൊള്ളാക്കി. ഞാൻ സ്കൂളിലൊരു കാർഡ്ബോർഡ് ഇങ്ങനെ കുറെ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ പല കളർ. അപ്പൊ അത് ഉരിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പൊ വീട്ടില് ഉണ്ടായിരുന്നത് ഞാനിപ്പോ ഒരിച്ചു വെക്കിയതാണ്. അപ്പൊ അത് ഭംഗി ഉണ്ടാവല്ലോ, അതിങ്ങനെ പല കളറിലൊക്കെ ആക്കി വെക്കുമ്പോള്. ഇനിയും ഉണ്ട് ഈ പറഞ്ഞത്, നമുക്ക് ടൈം കുറവല്ലല്ലോ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അപ്പൊ ഇതുപോലെ ഒഴിവ് കിട്ടുമ്പോ ഗ്ലാസ് പെയിന്റിങ് അല്ലെങ്കിൽ ഒന്നിച്ച് കൂടുമ്പോഴായാലും ഞാൻ അത് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് നേര് എന്തായാലും കൂടുമ്പോഴേ പറ്റെങ്കിൽ നമുക്ക് ടൈം കിട്ടുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഗ്ലാസ് പെയിന്റിങ്ങിന്റെ. എല്ലാരും 6 ഉണ്ടാക്കി, എല്ലാരും ഉണ്ടാക്കി 6. ഉണ്ടാക്കി, എല്ലാവരും ഉണ്ടാക്കി. നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന വിചാരിച്ചില്ല അല്ലെ, നമുക്ക് പറ്റുന്ന വിചാരിച്ചില്ലല്ലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയില്ലേ. ഞാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു, പക്ഷെ വേഗം എളുപ്പം പറ്റി. ആ ഫോൾഡിങ്ങിലാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഞാൻ ഇനി വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ സെൻഡ് ചെയ്യാം. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കിയതൊക്കെ. 9 മണി കഴിഞ്ഞ് ഇനിയിപ്പ താങ്ക് യു ടീച്ചർ. താങ്ക് യു. ഞാൻ നിങ്ങളുണ്ടാക്കാലോ, ഞാൻ അനുസരിച്ചിരുന്നില്ലേ. ഇനി നമുക്ക് അടുത്ത ദിവസം വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ടീച്ചർ ഉള്ളപ്പോ തന്നെ ക്ലാസ് പെയിന്റിങ്ങിന് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 എണ്ണത്തിന്റെ ഞാൻ പിക്ചറ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 പിക്ചർ ഇപ്പൊ അന്ന് അയച്ചതല്ല, കൂടാതെ വേറെ പിക്ചർ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 2 ചെയ്യാന്ന് ഉദ്ദേശിച്ചത്. ഐലൈനർ കിട്ടി എല്ലാവർക്കും വരക്കണ്ട? കിട്ടി. ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ. പാക്കറ്റ് മേടിക്കുമ്പോ 85 രൂപയുടെ പാക്കറ്റ് മേടിക്കുമ്പോ 6 പെയിന്റും കിട്ടും, അതിന്റെ ആ ട്യൂബും കിട്ടും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുമ്പോഴാണ്, സെപ്പറേറ്റ് മേടിക്കുന്നേക്കാൾ നല്ലത് ആ പാക്കറ്റ് മേടിക്കുന്നത്. ഞാൻ ആ പാക്കറ്റ് മേടിച്ച്. പിന്നെ അതുപോലെ നമ്മളിപ്പോ നമ്മളോട് ടീച്ചർ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഗ്ലാസ് പേപ്പർ ചെയ്താൽ മതി എന്നാണ്. ഗ്ലാസ് പേപ്പർ വാങ്ങിയത് ആരേലും ഗ്രൂപ്പിലൊന്ന് ഫോട്ടോ ഷെയർ ചെയ്യോ ആ സാധനങ്ങള്, ആ പെയിന്റിന്റെ? ചെയ്യാം. ഞാൻ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടിട്ട്